പുറത്ത് തന്നെ അടിയിൽ നിന്ന് കത്തി വരുന്ന ചൂടിനെ മേലേക്ക് തളിച്ചു കൊടുക്കുക. അതുകൊണ്ട് ഒരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊപ്പരക്ക് പുക പിടിക്കില്ല. പുക നമ്മൾ ഔട്ട്ലൈൻ ആയിട്ട് കണ്ട അവിടെ പുകക്കോല് കാണുന്നുണ്ടെങ്കിൽ അത് കൂടെ അത് ഔട്ടായി പോകും. ഹലോ സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഉള്ളത് കാവിലക്കാടാണ്. കാവിലക്കാട് അങ്ങാടിയിൽ നിന്നും നമ്മുടെ നായരത്തോട് പാലത്തിലോട്ട് പോകുന്ന ആ റോഡിന് ഒരു 600 മീറ്റർ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു മില്ല് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. മുന്നേ നമ്മൾ വീട്ടിലൊക്കെ തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ ഒരാഴ്ചയോ 2 ആഴ്ചയോ നമ്മൾ അതിമേ വെളിച്ചെണ്ണ ആക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പണിയാണ്. അത് ഉണക്കണം, വെട്ടണം, ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു. ഇന്ന് നമുക്ക് പച്ച തേങ്ങ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ 3-4 ദിവസത്തിനകം നമുക്കത് വെളിച്ചെണ്ണയായിട്ട് നല്ല അടിപൊളി വെളിച്ചെണ്ണയായിട്ട് അവർ ഉണ്ടാക്കിത്തരും. ഇന്നത്തെ ടെക്നോളജികളൊക്കെ മാറി പുതിയ പുതിയ മെഷീനറീസുകളൊക്കെ വന്നു കഴിഞ്ഞു. അപ്പോൾ അത് മാത്രമൊന്നുമല്ല, വെളിച്ചെണ്ണ മാത്രമൊന്നുമല്ല, മല്ലിപ്പൊടി, മുളക് പൊടി എന്നുള്ള സാധനങ്ങളൊക്കെ ഇവർ ഒരുപാട് നല്ല നല്ല സ്പെഷ്യൽ കൂട്ടുകളൊക്കെ കൂട്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ഇവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ എന്തൊക്കെയാണ് ഇവരുടെ സംഭവങ്ങൾ നമുക്ക് കണ്ടു നോക്കാം. ഇപ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് നമുക്കിവിടെ ലൈവായിട്ടുള്ളത്? മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ അരിപ്പൊടി, അരിപ്പൊടിയാണ് ഇത്. രായ്പ്പൊടി, പിന്നെ നമ്മൾ ഇവിടെ പൂരം വറുത്തുണ്ട്, ചെറുപ്പാക്കറ്റ്, വലിയ പാക്കറ്റ്, ചെറിയ പാക്കറ്റൊക്കെ ഉണ്ട്. അതുപോലെ അവർ നമ്മൾ ചെയ്യുന്നതല്ല, നമ്മൾ പുറത്തുനിന്ന് മില്ലിൽ നിന്ന് നമ്മൾ നേരിട്ടെടുത്തിട്ട് നമ്മൾ ഇവിടെ പാക്ക് ചെയ്യുന്നതാണ്. ബാക്കി എല്ലാ സാധനവും നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നതാണ്. പിന്നെ വെച്ചാൽ മല്ലിപ്പൊടി മഞ്ഞപ്പൊടിയൊക്കെ വെച്ചാൽ നമ്മൾ സ്വന്തമായിട്ട് കേക്ക് ഉണക്കിയിട്ട് അതിന് നല്ല കറിവേപ്പിൻ്റെ മറ്റ് ഇതൊക്കെ ചേർത്തിട്ട് നമ്മൾ നന്നായി പൊടിച്ചു കൊടുക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് നേരിട്ട് കൊണ്ടുപോകാം, ഒരു പ്രശ്നം ഉണ്ടാവില്ല. നേരിട്ട് കൊണ്ടുപോയാൽ നിങ്ങൾക്ക് ടേസ്റ്റ് മനസ്സിലാവും. പിന്നെ എന്ന് വെച്ചാൽ വെളിച്ചെണ്ണ ഉണ്ട്. വെളിച്ചെണ്ണ നമ്മൾ ഇങ്ങനെ ബോട്ടിലിൽ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്, 1/2 ലിറ്റർ 1 ലിറ്റർ ആയിട്ട്. പിന്നെ കൂടുതലായിട്ട് കൊടുക്കും, ഹോൾസെയിൽ ഷോപ്പിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ ഐറ്റംസുകളെല്ലാം ഉണ്ട്. പിന്നെ കൊപ്ര, നമ്മൾ കൊപ്ര ആട്ടുന്നുണ്ട്. പച്ച തേങ്ങ കൊണ്ടുവന്നാൽ നമ്മൾ ആട്ടി കൊടുക്കും. അതുപോലെ പിന്നെ നനച്ചരി നമ്മൾ പൊടിച്ചു കൊടുക്കുന്നുണ്ട്. പൊടിച്ച് വറുത്ത് കൊടുക്കും. അതിന് മെഷീൻ നമ്മളുള്ളിലുണ്ട്, നമുക്ക് കാണാം നേരിട്ട് കയറിയാൽ. ഇതൊക്കെ നമ്മൾ മല്ലി, മുളക് ഇതൊക്കെ പൊടിക്കുന്ന മെഷീനുകളാണ്. കൊപ്ര ആട്ടുന്ന മെഷീൻ ഇതാണ്. പിന്നെ നനച്ചരി വറുത്ത് കൊടുക്കും. ഗ്യാസിന് ഉപയോഗിച്ചിട്ട് വറുത്ത് കൊടുക്കുന്നത്. കിലോ കണക്കുണ്ടോ? അങ്ങനെയാണ് അതിന്റെ കിലോ കൊടുന്നത്. എത്ര കിലോ വരെ ഇത് നനച്ചരി? മിനിമം എത്ര കിലോ? 5 കിലോ മിനിമം. 5 കിലോ മിനിമം. അത് വർക്ക് ചെയ്യണ്ടേ, അപ്പൊ അതിന്റെ എക്സ്പെൻസ് ഇതാവുന്നത് ഇനി ഒരു 5 കിലോ കിട്ടുമോ? അപ്പോൾ നമ്മൾ ചെയ്ത് കൊടുക്കും. നമ്മൾ കണ്ട പൊടിച്ച് നമ്മൾ സ്വന്തമായി വെളിച്ചെണ്ണ ആട്ടി വെച്ചിരിക്കുന്നത് കാണാം. ഊറാൻ വേണ്ടി വെച്ചതാണ്. അത് കഴിഞ്ഞ് നമ്മൾ ബേക്കിങ് തുടങ്ങും. അങ്ങനെ ഷോപ്പിലേക്ക് നമ്മൾ കണ്ടോ മുളകൊക്കെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് നമ്മൾ തന്നെ അത് ഉണക്കി ഇവിടെ കഴുകാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഇവിടെ കൊട്ടതാളം പുറത്ത് കഴുകി ഇവിടെ സാധനം കൊണ്ട് ഇവിടെ കഴിക്കുമ്പോൾ കൊടുക്കുന്ന കൊപ്പര നമ്മളിത് ഇവിടെ ഉള്ളത്. കൊടുത്ത് നമ്മളെ കൊപ്പരൻ്റെ കൂടുതൽ പറയുന്നത് ഇതിലാണ് ചൂടാക്കുന്ന. മിഷീനിൽ കയറിയാൽ കാണാൻ കഴിയും. കൊപ്പര ഇപ്പം ഞങ്ങൾ ചൂടാക്കിയത് ഇവിടെ കൊപ്പരൻ്റെ കൂടാണ്. കൊപ്പര ഞങ്ങൾ പിന്നെ ഉണക്കിയത് പറത്തി കഴിഞ്ഞ് നമുക്ക് കാണിച്ചു നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ബ്ലോവർ വെച്ചിട്ടാണ് നമ്മൾ ചൂട് അടിക്കുന്നത്. ഇത് 2 ലെയറായിട്ടാണ് നമ്മൾ ഇതിനെ ക്രമീകരിച്ചിട്ടുള്ളത്. അടിയിൽ ഇരുമ്പിന്റെ ഷീറ്റിന് പഴിപ്പിച്ചിട്ട് ഈ ഫാനിന്റെ പ്രവർത്തനം എന്താണ്? ഈ പ്രവർത്തനം തന്നെ അടിയിൽ നിന്ന് കത്തി വരുന്ന ചൂടിനെ മേലേക്ക് തളിച്ചു കൊടുക്കുക. അതുകൊണ്ട് ഒരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊപ്പരക്ക് പുക പിടിക്കില്ല. പുക നമ്മൾ ഔട്ട്ലൈൻ ആയിട്ട് കണ്ട അവിടെ പുകക്കോല് കാണുന്നുണ്ടെങ്കിൽ അത് കൂടെ അത് ഔട്ടായി പോകും. അതുകൊണ്ട് പുക ഇതിനകത്ത് കയറില്ല. എത്ര ലെയർ ഉണ്ട് ഇതിനകത്ത്? ഇത് 2 ലെയർ ഉണ്ട്. ഇത് ഇങ്ങനെ ഇങ്ങനെ നമ്മൾ താഴത്തുനിന്ന് ഇവിടെ കത്തിക്ക വിറക് വെച്ച് കൊള്ളി വിറക് ചിരട്ടൊക്കെ ഇട്ട് നമുക്ക് കത്തിച്ചാൽ ഇതിന് മുകളിൽ ഇവിടെ ഷീറ്റായി വരുന്നത്. ഈ ഷീറ്റ് പഴുക്കുമ്പോഴാണ് നമുക്ക് ഈ ബ്ലോർ ഉപയോഗിച്ചിട്ട് അതിനാ ഈ ചൂടിന്റെ മേലേക്ക് തള്ളി കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ നെറ്റാണ്, അപ്പൊ കൊപ്പര ഉണങ്ങും. അതുകൊണ്ട് പുക പിടിക്കില്ല. അങ്ങനത്തെ ഒരു ഗുണം ഇവിടെ ഉണ്ട്. എത്ര തേങ്ങ വരെ ചെയ്യാൻ പറ്റുന്നുണ്ട് ഒരു ടൈമില്? അതിപ്പോ നമ്മൾ കസ്റ്റമർ പലവരും 200-ഉം 600 തേങ്ങയൊക്കെ വരെ ചെയ്യുന്നുണ്ട്. അപ്പൊ അത്ര ആളുകൾ കൂടുതലുണ്ടാവും. 10-200 തേങ്ങയൊക്കെ പേഴ്സണലായിട്ട് ഉണ്ടാവുള്ളൂ. പിന്നെ ഷോപ്പരൊക്കെ ഒന്നിച്ച് കൊണ്ടുവരണമെങ്കിൽ അത് സംഭവമുണ്ട്. ഒരു തേങ്ങ കൊണ്ടുവന്നാൽ മിനിമം നമുക്ക് 4 ദിവസം പച്ച തേങ്ങ കൊടുത്തു കഴിഞ്ഞാൽ കൊടുക്കുന്ന ഉണക്കി അത് എണ്ണാകുമ്പോൾ 4 ദിവസം പിടിക്കും. ചെയ്യുന്നത് വൃത്തി ചെയ്യണം. അപ്പൊ നമ്മൾ സമയം എടുക്കും.
ഇല്ല. മുളക് നമ്മൾ കഴുകി ഉണക്കി പൊടിച്ചു വെക്കുക.